بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ അനവധി നിരവധി അസാധാരണമായ പ്രത്യേകതകളും കഴിവുകളും ഉള്ള ഒരു ജീവിയാണ്, സൃഷ്ടിയാണ് മനുഷ്യർ എന്നത്. മനുഷ്യഗണത്തിൽ പെടാൻ കഴിഞ്ഞു എന്നത് തന്നെ അള്ളാഹുവിന്റെ ആദരവ് കിട്ടി എന്നതിന്റെ അടയാളാണ്. എന്തുകൊണ്ട്? മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വലഖദ് കറംനാ ബനി ആദം എന്ന. ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചെന്നാ പറഞ്ഞിട്ടുള്ളത്. ആകാര രൂപത്തിലും ഭംഗിയിലും മനുഷ്യനോളം വരില്ല ആരും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വളരെ മനോഹരവും എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ചൊവ്വായതുമായ ഒരു രൂപത്തിലും പ്രകൃതത്തിലുമാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാര ഭംഗിയിലും ആന്തരികമായ കാര്യങ്ങളിലും വിവേകബോധം, ഇതൊക്കെ മനുഷ്യരിലാണ് ഉള്ളത്. അതിലൊക്കെ അള്ളാഹു മനുഷ്യനെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. വിശേഷ ബുദ്ധി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ട് എന്നാണ്. വിവേകിയായ മനുഷ്യന്റെ ഒരു പ്രധാന ശീലമാണ് വൃത്തിയും ശുദ്ധിയും. അഴുക്കിനോട് അവന് വെറുപ്പാണ്. വിവേകമുള്ള മനുഷ്യൻ അങ്ങനെയാണ്, വിവരമുള്ള മനുഷ്യൻ അങ്ങനെയാണ്. ഒരു സത്യവിശ്വാസി ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ ശുദ്ധിയുള്ളവരെ അള്ളാഹുവിനും ഇഷ്ടം എന്നാണ്. വൃത്തികേടായതിന് വൃത്തിയാക്കല് നമുക്ക് ഓരോരുത്തർക്കും സ്വഭാവത്തിന്റെ ഭാഗമായി ഒരു ശീലമായി നിലനിന്ന് പോരുന്നുണ്ടെങ്കിൽ മനുഷ്യ സഹജമാണിത്. ഒരു യഥാർത്ഥ മനുഷ്യത്വത്തിന്റെ ഘടകങ്ങൾ പൂർണ്ണമാകുന്നിടത്താണ് അഴുക്കു പറ്റിയതിനെ വൃത്തിയാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. അഴുക്ക് വൃത്തിയാക്കൽ വിവേകിയുടെ സ്വഭാവമാണ്. ബാഹ്യമായും ആന്തരികമായും നമുക്ക് വരുന്ന അഴുക്കിനെ ശുദ്ധിയാക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ബാഹ്യമായ ശുദ്ധീകരണം ഉണ്ടല്ലോ, ഒളു, കുളി പോലെയുള്ളത്. ആന്തരികമായതുകൊണ്ട് ശുദ്ധീകരണം, ഹൃദയം നന്നാക്കൽ. ഇസ്ലാം അതിന് കർമ്മങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം ബാഹ്യമായും നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്, ആന്തരികമായും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആന്തരിക ശുദ്ധീകരണം പലപ്പോഴും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ചിന്തനീയമാണ്. എന്തായാലും നിസ്കാരത്തിന്റെ ലക്ഷ്യം അതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെ ഉപമിച്ചിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം മറ്റൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബികളോട് പറഞ്ഞല്ലോ, വീടിന്റെ സമീപത്തുള്ള ഒരു പുഴ, ആ പുഴയിൽ 5 നേരം കുളിച്ചാൽ ആ കുളിച്ച ആളുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ സ്വഹാബ? ഇല്ല നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന പോലെ 5 വഖത്ത് നിസ്കാരത്തിന്റെ സമയബന്ധിതമായ നിർവഹണത്തിന്റെ പരിപൂർണത നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൽബിൽ അഴുക്കുണ്ടാവില്ല എന്ന് പുണ്യനബി, ജീവിതത്തിന്റെ വിശുദ്ധി നിലനിൽക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരത്തെ നിസ്കാരം അങ്ങനെ ഒരു കുളി പോലെ എന്ന് ഉപമിച്ചുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാലും നിർബന്ധമായും അഴുക്കിൽ നിന്നും ആത്മാവിനെ സംസ്കരിക്കുന്ന മറ്റൊരു അമല് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് തൗബയാണ്. നിർബന്ധമായും അഴുക്കിൽ നിന്നും ഖൽബിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രധാന അമലാണ് തൗബ എന്നത്. തൗബ ഒരു ഖേദപ്രകടനമാണ്. നല്ല രാവും പകലും ഒക്കെ വരുമ്പോൾ അത് പ്രത്യേകം സുന്നത്തുണ്ട്. ഒരു ഉദാഹരണം, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല് പ്രത്യേകം സുന്നത്തുള്ളതാണ്. തൗബ കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കല് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്ന സമയങ്ങളിലൊക്കെ വളരെ സുന്നത്തായ കാര്യമാണ്. വിശേഷ വെള്ളിയാഴ്ച രാവ് പകൽ അള്ളാഹു നമുക്ക് അമലായി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.
അള്ളാഹുവിന്റെ ഒരു വിശേഷണം, അള്ളാഹു ഇന്നല്ലാഹ തവ്വാബുർ റഹീം എന്നാണ്. തവ്വാബാണ് അള്ളാഹു, തൗബയെ ധാരാളം സ്വീകരിക്കുന്നവനാണ് അള്ളാഹുവിന് മുഷിപ്പില്ല. എത്ര വലിയ നെഗറ്റീവ് പുറത്തുവിടലാണ് ഒരു തൗബ. നമ്മുടെ ഖേദപ്രകടനങ്ങൾ, നമ്മുടെ വിലാപങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മൾ ചെയ്ത വൃത്തികേടുകളെ വിളിച്ചു പറയലുകൾ, ഇതൊക്കെ സ്വീകരിക്കുന്നോടത്ത് അള്ളാഹു സന്തോഷിക്കുന്നവനെന്ന് പറഞ്ഞാൽ അള്ളാഹു എവിടെയാ നിൽക്കുക? അള്ളാഹുവിനെ നമ്മൾ എവിടെയാ കാണാം? അതോടൊപ്പം തന്നെ തൗവാബ്, തൗബകളെ ധാരാളം സ്വീകരിക്കുന്നവനെന്ന് പറഞ്ഞതിന്റെ ചേർന്ന് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോ, ഈ ഏറ്റുപറയലുകളൊക്കെ അവൻ സ്വീകരിക്കുമ്പോ അതിനോടനുബന്ധമായി നമ്മുടെ വെറുപ്പല്ല ഉള്ളത്. റഹീം എന്നാണ് ആ തൗവാബ് എന്ന പ്രയോഗത്തോടൊപ്പം അള്ളാഹുവിന്റെ ഇസ്മുകളിൽ കാണുന്നത്. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തവ്വാബുമാണ് റഹീമുമാണ്, കരുണ ചെയ്യുന്നവൻ. റഹീം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിശാലമായ ഒരു കരുണയെ അള്ളാഹു വിളമ്പി കൊടുക്കുക. ഈ തൗബയെ കാത്തിരിക്കുന്നുണ്ടവൻ. പകല് തെറ്റ് ചെയ്തവൻ രാത്രി എങ്ങാനും അവന്റെ ഏകാന്തതയിൽ ഈ തൗബയുമായി അള്ളാഹുവിനെ സമീപിക്കുമോ എന്ന് അള്ളാഹുവിന്റെ പ്രതീക്ഷ ഉണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പതിരാവിന്റെ നിശബ്ദതയിൽ ചെയ്യപ്പെട്ട തെറ്റുകൾക്ക് പകലിലെങ്ങാനും അവൻ ഖേദിച്ചു വരുമോ എന്ന് അള്ളാഹുവിന്റെ പ്രതീക്ഷ ഉണ്ട്, അള്ളാഹു കാത്തിരിക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം അവൻ സ്നേഹിക്കാണ്. ആ സ്നേഹത്തിന്റെ ഒരു അവതരണ രൂപമാണ് റഹീം എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് കാണുന്നത്. അപ്പോ അള്ളാഹു തവ്വാബാണ്, അള്ളാഹു റഹീമാണ്. ഈ ഒരു ബോധം അടിമയിൽ ഉണ്ടാവണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാവൂലോ. അള്ളാഹു തവ്വാബാണ്, അള്ളാഹു റഹീമാണ്. ഒന്ന് രണ്ട് ആയത്തുകൾ ഓതാം. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ശൂറയുടെ ആയത്തുകളാണ്. ഇത് രസകരമായ രീതിയിൽ ആ തൗബയെ അള്ളാഹു എങ്ങനെയാ സ്വീകരിക്കുക അതേക്കുറിച്ച് പറയുന്ന ആയത്തുകൾ. എത്ര മനോഹരമായ അവതരണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب ശദീദ്. സൂറത്ത് ശൂറയുടെ 25-26 ആയത്തുകളാണ്. ആരാണ് അല്ലാഹ്? അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക. അല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അവന്റെ ലക്ഷോപലക്ഷം വരുന്ന അടിമകളിൽ നിന്നും അവൻ തൗബ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. അല്ലാഹ് സ്വീകരിക്കും എന്നല്ല പറഞ്ഞത്, സ്വീകരിച്ചു നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണിത്. ലക്ഷോപലക്ഷം വരുന്ന തന്റെ ദാസന്മാരുടെ പശ്ചാത്താപത്തെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നവനാ അല്ലാഹ്. മാത്രവുമല്ല വലിയ വലിയ തെറ്റുകളെ അള്ളാഹു മാച്ചുകളെയും അഫ്വ് ചെയ്യുമെന്ന് പറയുന്നതും അള്ളാഹു മഗ്ഫിറത്ത് നൽകും എന്ന് പറയുന്നതും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും രണ്ടാ. അഫ്വ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹിസ്റ്ററിയിൽ ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്ത അടയാളം പോലും ഇല്ല. പാപം പൊറുത്തു എന്നതിന്റെ കൂടെ തന്നെ ആ ചെയ്ത സന്ദർഭത്തെ മാച്ചെന്ന് കളഞ്ഞിട്ടുണ്ട് സർവ്വരേഖയിലും. അതിനെ അഫ്വ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കലേ ഉള്ളൂ, അതിന്റെ പേരിൽ ശിക്ഷയില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ അടയാളം ഉണ്ടാവും. അടയാളം പോലും ഇല്ലാതെ നിശേഷം അള്ളാഹു മാച്ച് കളയുന്നതിനെ അഫ്വ് എന്ന് പറയാം. ഇവിടെ പറഞ്ഞത് അഫ്വാണ്. ലക്ഷോപലക്ഷം വരുന്ന തന്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ നിന്നും അവൻ തൗബയെ കേൾക്കുന്നു, സ്വീകരിക്കുന്നു. വലിയ വലിയ തെറ്റുകളെ അവൻ ശേഷം മാച്ച് കളയുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും അല്ലാഹുവിന് സസൂക്ഷ്മം അറിയാം. വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വയസീദുഹും മിൻ ഫദ്ലി. തൗബ കഴിഞ്ഞു, ഇനി ആ തെറ്റുകളിലേക്ക് മടങ്ങില്ല എന്ന നിർബന്ധിതമായ പ്രതിജ്ഞയും കഴിഞ്ഞു. നല്ലോണം ജീവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും.
അള്ളാഹു അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് തരട്ടെ. തൗബ ചെയ്യുന്നതിലൊരു കുറവുണ്ടാവില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിലനിർത്തുന്നതിലാ വീഴ്ച വരുന്നത്. വീഴ്ച വരാതെ ആ തൗബയെ നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോവാം. അങ്ങനെയുള്ള ആളുകൾ അവര് വിചാരിക്കാത്തോടത്തോളം ജീവിതത്തിന്റെ ഐശ്വര്യം അള്ളാഹു വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക. അവര് വിചാരിക്കാത്തോടത്തുകൂടി അള്ളാഹു ഐശ്വര്യങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ ഔദാര്യം അള്ളാഹു അവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഔദാര്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അങ്ങനെയാണ് അള്ളാഹു പാപം പൊറുത്തു, വിശുദ്ധ ജീവിതം നിലനിർത്തുന്നു എന്ന് റബ്ബിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അവന്റെ ഔദാര്യം തുറന്നു കൊടുത്തു. ഒരു ഹദീസ് കേട്ടോ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂദാവൂദ്, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ഇബ്നു മാജ, നസായി എല്ലാവരും ഉദ്ധരിക്കുന്ന ഹദീസ്. عن ابن عباس رضي الله عنه أنه حدثه قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മല്ലസിമൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. ഇമാം നസായിയുടെ റിവായത്ത് മൻ അക്സറൽ ഇസ്തിഗ്ഫാർ എന്നാണ്. ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, വെറുതെ പാട്ട് പോലെ പാടലല്ല, കണ്ണങ്ങടെ അടച്ചു പിടിക്കാം, മനസ്സിലേക്ക് കൊണ്ടുവരാ. അന്ന് അവിടെ വെച്ച് ചെയ്തത് അത് പലപ്പോഴും അങ്ങോട്ട് പറയാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, വിശാലൻ, വിശാലമനസ്കൻ, മഹാൻ, ഔദാര്യം ചെയ്യുന്നവൻ, കരുണയുള്ളവൻ. അല്ലാഹ് അങ്ങനത്തെ നിന്നോട് ഞാൻ അന്ന് ചെയ്ത തെറ്റ് പൊറുക്കാൻ ആവശ്യപ്പെടാ, ഞാൻ നിന്നോട് യാചിക്കാ, പൊറുക്കൂലേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നെഞ്ചില് കൈവച്ചിട്ട് 10 അർത്ഥവത്തായ രീതിയിൽ പറഞ്ഞാൽ അതൊരു തൗബ, തൗബ, തൗബ. നെഞ്ചില് കൈവച്ചിട്ട്, നെഞ്ചില് കൈവെക്കാന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരികമാണ്, അതിന്റെ ആത്മാർത്ഥതയെ പറഞ്ഞാൽ. ഇനി ഇവിടെ തന്നെ കൈവെക്കണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ കണ്ണൊലിക്കണം, ഒരു 10 പറഞ്ഞാൽ മതി. നമ്മുടെ റബ്ബ് പൊറുക്കൂലേ? മരിച്ചു പോകണ്ടേ? നമുക്ക് മരിച്ചു പോകണ്ടേ? അതിനു മുമ്പ് എത്രയാ ചെയ്തു കൂട്ടിയത്? ഇതെപ്പോഴാ പൊറുക്ക? എപ്പോഴാ ഇത് ക്ലിയർ ചെയ്യാ? എപ്പോഴാ മരിക്കാന്നുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് നമ്മുടെ നടത്തം കണ്ടാലോ? ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനൊരു ചിന്ത നമുക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഇസ്തിഗ്ഫാർ ഒരാൾ പതിവാക്കിക്കൊണ്ട് നടന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, അവന്റെ പ്രയാസങ്ങളിൽ, അവന്റെ ഞെരുക്കങ്ങളിൽ അള്ളാഹു അവന് ആശ്വാസം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം ഞെരുക്കങ്ങളാ ഉള്ളത്? സാമ്പത്തിക ഞെരുക്കം, കുടുംബപരമായ പ്രയാസങ്ങൾ. ഇല്ലായ്മകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലായ്മകളുണ്ട്. ഒരു ബർക്കത്തില്ലല്ലോ ജീവിതത്തിന്. ഏത് ഞെരുക്കത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ വിശാലത അവന് സുനിശ്ചിതം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക്, സങ്കടങ്ങൾക്ക്, ടെൻഷനുകൾക്ക് അല്ലാഹു വിശാലത നൽകും, അത് ഒഴിവാക്കി കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത ഭാഗത്തുകൂടി അവന് ആവശ്യമുള്ളത് അല്ലാഹു ഒഴുക്കി ഒഴുക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതി. അത്യാവശ്യം ഒരു വെള്ളിയാഴ്ച രാവ് വരുമ്പോ, ഒരു വെള്ളിയാഴ്ച പകൽ വരുമ്പോ 1000 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിക്കോ. ഗുണമുണ്ട്. 1000 അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 വട്ടം ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അതൊരു വലിയ പരിപൂർണ തൗബയുടെ സ്ഥാനത്തായിരുന്നു. എന്തേ 1000 ചെയ്ത? ഒരെണ്ണം അല്ലാഹു സ്വീകരിച്ച പോരെ. 1000 വട്ടം ചൊല്ലിയാൽ പ്രത്യേക ഗുണം.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും റബ്ബിന് വലിയ ഇഷ്ട അവനോട് നമ്മൾ ചെയ്ത തെറ്റ് ഏറ്റു പറയില്ല. ആദം നബിക്ക് പോലും കിട്ടാത്ത പരിഗണന അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെന്ന. ആദം നബിക്ക് പോലും കിട്ടാത്ത പരിഗണന ആദം നബി അലൈഹിസ്സലാം പറയാറുണ്ടത്രേ. ആദം നബി അന്ന് പറഞ്ഞു, മഹാന്മാർ രേഖപ്പെടുത്തുന്ന അഹ്മദ് സമർഖന്ദി ഒക്കെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അഅതാ ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർബഅ കറാമാത്ത്. അവസാന കാലഘട്ടത്തിലെ സമൂഹം ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അല്ലാഹു 4 ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 4 ബഹുമാനം അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. ആര് പറയാണ്? സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആരാണ് ആദം നബി അലൈഹിസ്സലാം? സ്വർഗത്തിൽ എല്ലാവർക്കും അല്ലാഹു ശരിയായ പേര് കൊടുക്കും. ആദം നബിക്ക് അല്ലാഹു ശരിയായ പേര് കൊടുക്കൂല. ആദം എന്ന് പറഞ്ഞ അവിടെ അറിയില്ല. സ്വർഗത്തിൽ ആദം നബിയുടെ പേര് അബൂ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉപ്പ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇതൊരു പദവിയല്ലേ? ആ സ്വർഗത്തിന്റെ കഥ കേട്ട അന്ന് മുതലേ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയ ആദമനെയും കേട്ടിട്ടുണ്ട് മനുഷ്യർ. ആദം എന്നത് ഓർമ്മ എല്ലാവർക്കും. അതാരാ? അത് മനുഷ്യ പിതാവ്, അത് റൂഹി, അത് മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ്. അതൊരു പദവിയായി ആദം നബിക്ക് അല്ലാഹു കൊടുക്കുന്ന. സയ്യിദുനാ ആദം അലൈഹിസ്സലാം ചെറിയ ആളൊന്നുമല്ല. ആദം നബിക്ക് കൊടുക്കാത്ത നമുക്ക് തന്നു. ആദം നബി 300 കൊല്ലം കരഞ്ഞു, തുടർച്ചയായി കരഞ്ഞു. കണ്ണീരിങ്ങനെ വറ്റാതെ ഉണങ്ങാതെ 300 കൊല്ലം കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒലിച്ചോണ്ടിരുന്നു. ആ കവിളിൽ ഒരു കറുത്ത അടയാളം ഉണ്ടായിരുന്നു. അത്രയും കരഞ്ഞു, അല്ലാഹനെ ഭയന്ന് കരഞ്ഞു. 300 കൊല്ലം കരഞ്ഞപ്പോ 960 വർഷം ഭൂമിയിൽ ജീവിച്ചു എന്നാണ് പ്രധാന അഭിപ്രായം. അതിൽ ആദ്യത്തെ 300 കൊല്ലം കരച്ചിലായിരുന്നു. ആ 300ന്റെ ആദ്യത്തെ 40 കൊല്ലം മഹാൻ ആകാശത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. ദുറുൽ മൻസൂറിൽ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അത്രയും വലിയ കരച്ചിൽ. 300 കൊല്ലം കരഞ്ഞതിലെ ഒരു കണ്ണുനീരിന്റെ ഒപ്പം ഈ ലോകത്ത് ആരും കരഞ്ഞത് എത്തൂല. 300 കൊല്ലം കരഞ്ഞതിലെ ഏതെങ്കിലും ഒരു കണ്ണുനീരെടുത്ത് ഒരു തുലാസിന്റെ തട്ടിൽ വെച്ചാൽ ആരുടെയും കണ്ണീരെത്തൂല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞ കണ്ണീര് ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലോകത്തുള്ള സത്യവിശ്വാസികളുടെ കണ്ണുനീര് മറ്റേ തട്ടിലും വെച്ചാൽ ദാവൂദ് നബിയുടെ ഒറ്റത്തുള്ളി കണ്ണുനീരിനാണ് ഭാരം കൂടുതലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്. ദാവൂദ് നബിയുടെ സർവ്വ കണ്ണുനീരും മറ്റേ തട്ടിലേക്ക് എടുത്തു വെച്ചു സത്യവിശ്വാസികളുടെ കണ്ണുനീരിന്റെ കൂടെ. കാലിത്തട്ടിൽ നൂഹ് നബിയുടെ ഒരൊറ്റത്തുള്ളി കണ്ണുനീര് വെച്ചാൽ മഹാനായ ലക്കാന ബുക്കാ നൂഹ് അക്സർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബിയുടെ കണ്ണുനീരിനാണ് ഭാരം കൂടുതൽ. എന്നാൽ നൂഹ് നബിയുടെ ഒരു തുള്ളി കണ്ണുനീരല്ല, നൂഹ് നബിയുടെ സർവ്വ കണ്ണുനീരുകളും ദാവൂദ് നബിയുടേതും ലോകത്ത് വന്നുപോയ സത്യവിശ്വാസികളുടെ ഒരു തുലാസിന്റെ ഒരു തട്ടിലേക്ക് വെച്ചു. കാലിത്തട്ടിൽ ആദം നബിയുടെ ഒറ്റത്തുള്ളി കണ്ണുനീര് വെച്ചാൽ ലക്കാന ബുക്കാഉ ആദമ അക്സർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയുടെ ഒരു തുള്ളി കണ്ണുനീര് ഇതിനെല്ലാം കടത്തിവെട്ടും. ഒരു തുള്ളി കണ്ണീരല്ല പറഞ്ഞത്, 300 കൊല്ലം കരഞ്ഞു. അത്രയും വലിയ മഹാന് അല്ലാഹു കൊടുക്കാത്ത പരിഗണന ആ മഹാൻ പറയാ. അവസാന കാലഘട്ടത്തിന്റെ സമൂഹത്തിന് അല്ലാഹു നൽകി 4 പരിഗണന നൽകി, 4 ബഹുമാനം അല്ലാഹു നൽകി. ഒന്നാമത്തേത് അന്ന ഖബൂല തൗബത്തി കാന ബിമക്ക. ആദം നബിയുടെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ മക്കയിൽ വരണ്ട വന്നു, സ്വർഗത്തിൽ നിന്ന് മക്കയിൽ വരണ്ട വന്നു. എന്നാൽ ഉമ്മത്ത് മുഹമ്മദിന്റെ തൗബ യതൂബൂന ഫീ കുല്ലി മകാൻ ഫയതഖബ്ബലുല്ലാഹു തൗബതഹും. എവിടെ നിന്ന് തൗബ ചെയ്താലും മക്ക പോണ്ട, നമ്മള് അവസാന സമൂഹം മക്കയിൽ പോകണ്ട, എവിടെ നിന്ന് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. ആദം നബിയുടേത് മക്കയിൽ വരണമെന്ന് നിബന്ധന പോലെയായിരുന്നു എന്നാണ്. ഇനി കേട്ടോളൂ, രണ്ടാമത് ഇന്നി കുന്തു ലാബിസം ഫലമാ അസൈതു ജഅലനി ഉരിയാന. ഞാൻ അല്ലാഹു പറഞ്ഞതിന് എതിര് ചെയ്തപ്പോ അതുവരെ ഞാൻ വസ്ത്രമുടുത്തവനായിരുന്നു,
അള്ളാഹു പറഞ്ഞതിന് എതിര് ഞാൻ ചെയ്തപ്പോൾ തന്നെ എന്റെ വസ്ത്രം അഴിഞ്ഞുപോയി. എന്നാലോ അവസാന കാലഘട്ടത്തിലെ സമൂഹമുണ്ടല്ലോ, ഒരുപാട് തെറ്റുകൾ ചെയ്താലും അവർ ഉടുത്ത വസ്ത്രം അഴിഞ്ഞു പോകുന്നില്ല. രണ്ടാമത്തെ ബഹുമാനാണിത്. മൂന്നാമത്തെ ബഹുമാനം, അള്ളാഹു ബഹുമാനിച്ച മൂന്നാമത്തെ ബഹുമാനം, ഇന്നി ലമ്മാ അസൈതു ഫറഖ ബൈനി വബൈന ഇംറഅതി. ഒരു അബദ്ധം പറ്റിയപ്പോൾ എന്നെയും എന്റെ ഭാര്യയെയും അള്ളാഹു രണ്ടിടത്തേക്ക് മാറ്റി. അതിന് നബി അലൈഹി സ്വലാം ഇന്ത്യയിൽ ഇറങ്ങി, ഹുബൈബ് റളിയല്ലാഹു അൻഹു ജിദ്ദയിൽ ഇറങ്ങി. കുറെ നാൾ അലഞ്ഞ അവസാനം കണ്ടുമുട്ടി അറഫ മൈതാനിയിൽ വെച്ച്. കണ്ടുമുട്ടി പരസ്പരം അറിയുക എന്നുള്ളതിന് അറബിയിൽ പറയും അറഫ, അറിഞ്ഞു, തിരിച്ചറിഞ്ഞു. ആ സ്ഥലത്തിന്റെ പേര് വന്നങ്ങനെയാ. ജദ്ദത്ത് വല്ലുമ്മ ഇറങ്ങിയ നാടിന് ജിദ്ദ എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും എന്നെയും എന്റെ ഭാര്യയെയും അല്ലാഹു രണ്ടിടത്തേക്ക് മാറ്റിയത് ഒരബദ്ധം പറ്റിയതിന്റെ പേരിൽ. ഒരു തെറ്റെന്ന് പറയുന്നില്ല, അതിന് നബിയിലെ പദവിയിലേക്ക് ചേർക്കുമ്പോൾ അതൊരു തെറ്റായി തന്നെ ഗണിക്കപ്പെടുകയാണ്. മഹാനവറുകൾ സ്വർഗത്തിൽ തക്ലീഫില്ലാത്ത ലോകത്ത് അള്ളാഹു അരുത് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് മറന്നുപോയി ചെയ്തതാണ്. അങ്ങനെ പല റുഖ്സകളുണ്ട് മഅ്സൂമീങ്ങളായ അമ്പിയാക്കൾക്ക്. പക്ഷേ ആ രീതിയിൽ അവരെ ഒരു തെറ്റുകാരായിട്ടല്ല, പക്ഷേ മഹാനവറുകൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ പേരിൽ എന്നെയും എന്റെ ഭാര്യയെയും അള്ളാഹു രണ്ടിടത്താക്കി. പക്ഷേ അവസാന സമൂഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ അനുസരിച്ച് ഇണക്കങ്ങളും സ്നേഹങ്ങളും വിട്ടുപിരിയാതെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഇടയിൽ വിടവ് വരാതെ അള്ളാഹു നിലനിർത്തുന്നു. അള്ളാഹു കൊടുത്തൊരു ബഹുമാനാണിത്. നാലാമത്തെ ബഹുമാനം കേട്ടോളൂ, എനിക്ക് പറ്റിയ അബദ്ധം സ്വർഗത്തിൽ വെച്ച് അതിന്റെ പേരിൽ എന്നെ ഭൂമിയിലേക്കാക്കി. ഭൂമിയിൽ വെച്ച് മനുഷ്യർക്ക് അവസാന ഉമ്മത്തിന് അബദ്ധം പറ്റുന്നു, എന്നിട്ട് അവർ തൗബ ചെയ്യുമ്പോൾ അവർ സ്വർഗത്തിലേക്കാക്കുന്നു. നേരെ തിരിച്ച്. ഇതൊരു ആദരവാണ്. അതുകൊണ്ട് ഈ ആദരവ് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റൂല. ഈ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത ആദരവാണ്. അള്ളാഹുവോട് പൊറുക്കാൻ തേടണം, അള്ളാഹുവോട് പശ്ചാത്തപിക്കണം. അള്ളാഹു നമ്മോട് കരുണ ചെയ്യട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്ന ഒരു വലിയ വൈകാരികതയുടെ പ്രകടനത്തെ കുറിച്ചാ തൗബ എന്ന് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും അതര വ്യായാമങ്ങളല്ല. തൗബ ഹൃദയമാണ്, തൗബ ഖൽബാണ്. ഖൽബ് പൊട്ടി ഒഴുകണം, കണ്ണിലൂടെ അത് ഒഴുകി വരണം. ഖൽബ് പൊട്ടി വിങ്ങണം, ഖൽബിന്റെ ഭാഷ നാവ് പറയണം. അതിങ്ങനെ പറയാ, പിന്നെയും തെറ്റിയ, പിന്നെയും തൗബ ചെയ്യാ, പിന്നെയും ആ പരിപാടിയല്ല. ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഖ്തദാ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം. അള്ളാഹു പൊറുക്കുന്നതാർക്കാ? തൗബ ചെയ്തു, മുഅ്മിനായി, അതുപോലെ തന്നെ അതിൽ നിലനിന്നു, സുമ്മ ഇഖ്തദാ, പിന്നെ നല്ലോണം ജീവിച്ചു, അവർക്കാണ് അള്ളാഹു തൗബ സ്വീകരിക്കുക എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂറത്ത് ശൂറയുടെ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബൈളാവി രേഖപ്പെടുത്തുന്നു, ഈ തൗബ എന്ന് പറയാ, ഇസ്തിഗ്ഫാർ എന്ന് പറയാ, അത് ഏകദേശം 6 അർത്ഥത്തിലുണ്ട്. അതായത് ഈ 6 ഘടകങ്ങൾ ചേരുമ്പോഴാ ഒരു ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ തൗബ, പശ്ചാത്താപം പൂർണ്ണമാവാ. ഒന്നാമത്തേത് അലൽ മാദി മിനദ് ദുനൂബി ബിന്നദാമ. തൗബ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ തെറ്റുകളെ ഓർത്തുള്ള ഒരു ഖേദം, അതിനെ ആ തൗബ എന്ന് പറയാം. രണ്ടാമത് പറയട്ടെ, ഈ തെറ്റ് സംഭവിച്ച കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട ഫർളുകളെ മടക്കണം, അതിനാണ് തൗബ എന്ന് പറയാ. അപ്പൊ രണ്ടായി. ഒന്ന്, കഴിഞ്ഞുപോയ തെറ്റുകളിലുള്ളതായ ഖേദം. 2, ആ കാലത്ത് നഷ്ടപ്പെട്ടു പോയ നിർബന്ധമായ അമലുകളെ മടക്കി കൊണ്ടുവരണം. മൂന്നാമത്തേത് റദ്ദുൽ മലാലിം, ഹക്കിടപാടുകൾ തിരിച്ചു കൊടുക്കണം. നാലാമത്തേത് ഇദാബത്തുൻ നഫ്സി ഫി ത്വാഅതി കമാ റബ്ബൈതഹാ ഫിൽ മഅസിയ, തെറ്റുകളിൽ ആസ്വദിച്ച് തെറ്റുകളിൽ വളർത്തിയെടുത്ത ശരീരത്തെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിലേക്ക് നിർബന്ധിച്ച് ചെയ്യിക്കുക. തെറ്റിൽ വളർത്തിയെടുത്ത ശരീരത്തെ അമലിലായിട്ട് ചെയ്യാൻ നിർബന്ധിക്കുക. അമല് ചെയ്യിച്ച് ആ ശരീരത്തെ ക്ഷീണിപ്പിക്കുക. അതാണ് നാലാമത്തെ ഘടകം.
അഞ്ചാമത്തേത് ഇദാഖത്തുഹാ മുറാറത്ത ത്വാഅ കമാ അദഖത്തുഹാ ഹലാവത്തൽ മഅസിയ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ ആസ്വാദനത്തിന് പകരം ഇബാദത്ത് ചെയ്ത് മുഷിപ്പിക്കണം, അങ്ങനെ ഇബാദത്തിലേക്ക് കയറണം. അതൊരു വലിയ പരിശീലന കളരി അല്ലെങ്കിൽ ഒരു ചൂള എന്നൊക്കെ പറയാം. ആറാമത്തേത് വൽ ബുക്കാഉ ബദില കുല്ലി ലഹക്കിൻ ലഹക്കത്ത. ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തപ്പോ നീ അള്ളാനെ മറന്ന് ഒരുപാട് പൊട്ടിച്ചിരിച്ചതാ, അതിന് പകരം ഇനി നീ ആ ചിരിക്ക് പകരം കരച്ചിൽ തുടരണം. ഇതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന പാപം പൊറുക്കാൻ അള്ളാഹുവോട് ആവശ്യപ്പെടേണ്ട കാര്യത്തിന്റെ ശരിയായ അർത്ഥം എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാവും പകലൊക്കെ വരുമ്പോ തൗബ ചെയ്യണം, അള്ളാഹുവോട് പാപം പൊറുക്കാൻ ചോദിക്കണം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 2 ആയത്ത് ഖുർആനിലെ 2 ആയത്ത് എടുത്ത് പറയുന്നുണ്ട്. ഈ 2 ആയത്തുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രധാന ഘടകമാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും. ഈ ആയത്ത് ഓതിയിട്ട് അള്ളാഹുവോട് ദുആ ഇറക്കണം, ഈ ആയത്ത് ഓതിയിട്ട് തൗബ ചെയ്യണം, ഈ ആയത്ത് ഓതിയിട്ട് ചോദിച്ചാൽ അള്ളാഹു തരാതിരിക്കില്ല. 2 ആയത്തുണ്ട്. ഒന്ന് ആലു ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്ത്, 2-ാമത്തെ ആയത്ത് സൂറത്ത് നിസാഇന്റെ 110-ാമത്തെ ആയത്ത്. ഞാൻ ആയത്ത് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ 2 ആയത്തുകൾ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു الذുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ആലു ഇമ്രാനിന്റെ 135. അർത്ഥം ഞാൻ പറയാട്ടോ. 2-ാമത്തെ സൂറത്ത് നിസാഇന്റെ 110-ാമത്തെ ആയത്ത് ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. സൂറത്തു നിസാഇന്റെ 110-ാമത്തെ ആയത്ത്. ഈ 2 ആയത്തുകൾ ആരെങ്കിലും ഈ 2 ആയത്തുകൾ ഓതി ഫഖറഅഹുമാ വസ്തഗ്ഫറല്ലാഹു അസ്സ വജല്ല ഇല്ലാ ഗഫറല്ലാഹു തആലാ ലഹു. ഈ 2 ആയത്ത് ഓതിയിട്ട് അല്ലാഹുവോട് ചോദിച്ചോ, അല്ലാഹു പൊറുക്കും എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ 2 ആയത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും. തെറ്റ് ചെയ്തു അതോടുകൂടെ തന്നെ എന്റെ റബ്ബ് കണ്ടതാണല്ലോ, എന്റെ റബ്ബിനോട് ഞാൻ എതിര് ചെയ്തല്ലോ എന്ന ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നു. ദക്കറുല്ലാഹ്. തെറ്റ് ചെയ്തു, അതോടൊപ്പം അള്ളാഹനെ ഓർത്തു, പടച്ചോനെ തെറ്റ് പറ്റിയല്ലോ. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അള്ളാഹുവോട് ആത്മാർത്ഥമായി പുറത്തു തരാൻ ആവശ്യപ്പെട്ടു. വമൻ യഗ്ഫിറു الذുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാതെ ആരാ പുറത്തു തരാനുള്ളത്? അള്ളാഹുവോട് പുറത്തു തരാൻ ആവശ്യപ്പെട്ടു. വലം യുസിറൂ അലാ മാ ഫഅലൂ. മുമ്പ് ചെയ്ത തെറ്റിലേക്ക് പിന്നീട് പോയിട്ടില്ലട്ടോ. വഹും യഅലമൂൻ. ആ തെറ്റ് ഇനി വരാതെ അറിവോടുകൂടെ ജീവിക്കാൻ, ആ തെറ്റിനെ ആവർത്തിക്കാതെ ജീവിക്കാനുള്ള വിവരവും സമ്പാദിച്ചു. ഇവർക്ക് അല്ലാഹു പൊറുക്കും. ആ ആശയം വല്ലാത്ത ഒരു പ്രമേയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2-ാമത്തെ ആയത്ത് ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു, തെറ്റ് ചെയ്തു, പിന്നെ അല്ലാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു, അല്ലാഹു പാപം പൊറുത്തും കരുണ ചെയ്തും അവനെ സന്തോഷിപ്പിക്കുന്നതായി അനുഭവിക്കാൻ കഴിയും. ഇതാണ് ഈ ആയത്തിന്റെയും അർത്ഥം. ഈ 2 ആയത്തുകൾ ഓതിയിട്ട് അല്ലാഹുവോട് ദുആ ഇറക്കാം, അല്ലാഹുവോട് പൊറുക്കൽ തേടാ. അതിന്റെ ഫലം വലുത് തന്നെയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ 2 ആയത്തുകൾ ഓതി നമ്മുടെ പശ്ചാത്താപത്തെ പുതുക്കാൻ ഏറെ പ്രോത്സാഹിപ്പിക്കാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ
ഒരുപാട് സ്വഹാബികൾ വന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു പോയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ കൊടുത്തിട്ടുണ്ട്. പാപം പൊറുക്കണേ എന്ന് പറയാൻ അള്ളാഹു എന്നോട് പൊറുക്കോ എന്ന് ചോദിച്ചിട്ട് മരിക്കണവരെ കരയുമായിരുന്നു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ പൊറുത്തില്ല, പിന്നെ ആരുടെ പൊറുക്ക? അപ്പോഴും ആലോചിക്കണം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് അറിഞ്ഞതിനു ശേഷവും താൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് എന്ന് പുണ്യനബി പറഞ്ഞത് കേട്ടതിനു ശേഷവും മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹു പൊറുക്കോ എന്ന് ചോദിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ പാപങ്ങളിലേക്കുള്ള നിഷ്കളങ്കമായ മനസ്സിന്റെ സഞ്ചാരം, ആ ഓർമ്മകൾ അത് ആവർത്തിക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യം ബോധ്യപ്പെട്ടതിന്റെ സന്തോഷവും അള്ളാഹുവിനെ അറിഞ്ഞതിലുള്ളതായ മനസ്സ് വിങ്ങുന്ന ഒരു വൈകാരിക പ്രകടനവും ഇതൊക്കെ തന്നെയായിരുന്നു സ്വഹാബത്തിന്റെ പശ്ചാത്തലം. എപ്പോഴും ഇങ്ങനെ നിലനിർത്തിപ്പോയ തൗബ, എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോയ തൗബ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സ്വഹാബികളൊക്കെ ജീവിച്ചത്. ചില സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താ? ഒരു റമദാൻ വരാൻ വേണ്ടി 6 മാസം ഒരു ദ്വാരക്കുന്നു. റമദാനിലേക്ക് എത്തിക്കണേ അല്ലാ, റമദാനിലേക്ക് എത്തിക്കണേ. റമദാൻ ആസ്വദിച്ച് യാത്രയാക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ റമദാൻ കബൂലാക്കണേ എന്ന് അവർ 6 മാസത്തോളം ദ്വാരക്കുന്നു. 6 മാസം ദ്വാരക്കും റമദാൻ വരാൻ, 6 മാസം ദ്വാരക്കും വന്ന റമദാൻ കബൂലാവാൻ. അങ്ങനെ അവർ ജീവിച്ചത്. അവർ ദുനിയാവിന്റെ ഈ കാണുന്ന നാം അനുഭവിക്കുന്ന പോലെയുള്ള ആർഭാടങ്ങളിലും ആലഭാരങ്ങളിലും ജീവിതത്തെ പണയം വെക്കാതെ, അതൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം താൽക്കാലികമാണ് എന്ന ബോധത്താൽ അവർ ജീവിച്ചു നീങ്ങി. അങ്ങനെ വന്നോടത്തവർക്ക് തെറ്റുകളുടെ വലിപ്പമായിരുന്നു. ഇന്ന് തെറ്റിന്റെ വലിപ്പം മനുഷ്യൻ പ്രശ്നമാക്കുന്നില്ല, അത് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്ന ആ രംഗത്താണ്. ഒരു മനുഷ്യനെ തെറ്റുകളെ കുറിച്ച് മറവി കൊടുക്കുക, അതുപോലെ തന്നെ തെറ്റിന്റെ വലിപ്പത്തെ കുറച്ച് കാണിക്കുക. അതിപ്പോ കുഴപ്പമില്ലല്ലോ, അതിപ്പോ ഇന്നൊരു ദിവസത്തേക്കല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഒരു നുണ ആവാലോ, അങ്ങനെയൊക്കെയുള്ള ചില സൈദ്ധാന്തിക മേഖലകളിലൂടെ നമ്മുടെ നാവ് ഇങ്ങനെ വഴങ്ങി പോകുന്നുണ്ട്. നമ്മൾ കണ്ടെത്തുന്ന ചില ന്യായങ്ങൾ, നമ്മൾ പറയുന്ന വ്യാഖ്യാനങ്ങൾ, അതൊക്കെ തന്നെയാണ് നമ്മുടെ തെറ്റുകൾക്കുള്ള ഏറ്റവും വലിയ കൂട്ടുകാരൻ. അങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ചു പോവലല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് നാവിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പണിയുണ്ട്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല രാവുകൾ, നല്ല പകലുകൾ വരുമ്പോ ഉപയോഗപ്പെടുത്താൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 1000 ഒക്കെ ചൊല്ലാൻ വല്ലപ്പോഴൊക്കെ പറ്റിയാൽ അത് ഖൈറാണ്, നല്ലതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്ത് ആലു ഇമ്രാനിന്റെയും സൂറത്ത് നിസാഇന്റെയും ആയത്തുകൾ, സൂറത്ത് ആലു ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്ത്, സൂറത്ത് നിസാഇന്റെ 110-ാമത്തെ ആയത്ത്, എപ്പോ ദുആ ഇരുന്നാലും എപ്പോ തൗബ ചെയ്താലും അത് ഓതിയിട്ട് അള്ളാഹുവോട് ചോദിച്ചോ, അതിന്റെ ഗുണം വലുതായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബികൾ നമ്മെ പഠിപ്പിക്കാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലാഹ്. ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കാണുന്നവർ, കേൾക്കുന്നവർ, അല്ലാഹുവേ, ഇവിടെ സന്നിഹിതരായവർ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്തിൽ ബർക്കത്ത് നൽകുക അല്ലാഹ്, തൊഴിലിൽ ബർക്കത്ത് നൽകുക അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പഠനത്തിലും തൊഴിലിലും നീ അവർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് നീ ഐശ്വര്യം നൽകുക അല്ലാഹ്. അവരുടെ അസാന്നിധ്യത്തിൽ ആ കുടുംബങ്ങൾക്ക് നീ കാവലാകണേ അല്ലാഹ്. അല്ലാഹുവേ, ലഹരി ഉപയോഗത്തിലും പരസ്ത്രീ ബന്ധത്തിലും പ്രണയങ്ങളിലും ഒന്നും ഞങ്ങളുടെ മക്കളോ ഞങ്ങളോ കുടുങ്ങല്ലേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ഹിദായത്ത് നിലനിർത്തണേ അല്ലാഹ്, ഇസ്തിഖാമത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശരീരത്തിന്റെ പ്രയാസങ്ങൾ, കാലുവേദന, മുട്ടുവേദന, തണ്ടല് വേദന, തലവേദന, മാറാത്ത ശാരീരിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലരും ദുആ പറഞ്ഞു. അല്ലാഹുവേ, അനുഭവിക്കുന്നതിനെല്ലാം നീ കൂലി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നിന്റെ ഔദാര്യമല്ലേ, നീ ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാരെ നീ കബൂലാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ റബ്ബേ ഹജ്ജ് ഫർളായവരെ റബ്ബേ നീ അത് ചെയ്യാനുള്ള തൗഫീഖിലേക്ക് അടുപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നായി കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുക നിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖിൽ ചേർക്കുക റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.